നമസ്കാരം. മുഴുനീള വാർത്ത ആരംഭിക്കുന്ന ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മഴ കെടുത്തിയ ആവേശം വീണ്ടെടുത്ത കലോത്സവം. നൃത്ത ഇനങ്ങളിൽ അരങ്ങ് തകർത്ത മത്സരാർത്ഥികൾ. 4ാം ദിനത്തിലും കണ്ണൂർ മുന്നിൽ. കോഴിക്കോടും പാലക്കാടും തൊട്ടുപിന്നിൽ. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വീണ്ടും വെട്ടിക്കുറച്ച് കേന്ദ്രം. സാമ്പത്തിക വർഷാവസാനം വെട്ടിച്ചുരുക്കിയത് 5600 കോടി രൂപ. ക്ഷേമ പെൻഷൻ വിതരണവും വർഷാന്ത്യ ചെലവുകളും പ്രതിസന്ധിയിലാകും. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. കണ്ണൂരിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ജീവനൊടുക്കി. മരിച്ചത് നടുവിൽ പാത്തൻപാറ സ്വദേശി ജോസ്. ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ. തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പുലി കൂട്ടിൽ. മയക്കുവെടി വെച്ചത് ഉച്ചയോടെ. പുലിയെ കാണിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പത്തനംതിട്ട റാന്നിയിൽ മദ്യലഹരിയിൽ അമ്മയെ മകൻ ക്രൂരമായി മർദ്ദിച്ചു. ചക്ക വേവിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഇരുകൈകളും തല്ലിയൊടിച്ചു. മലപ്പുറം വണ്ടൂരിൽ മദ്യലഹരിയിൽ അച്ഛൻ മകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സഞ്ജുവിനെ തിരിച്ചുവിളിച്ച അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പര. സഞ്ജു സാംസണെ തിരിച്ചുവിളിച്ചത് ഇഷാൻ കിഷനെ ഒഴിവാക്കി. രോഹിത് ശർമ്മ നായകനായ ടീമിൽ വിരാട് കോഹ്ലിയും.